ഒരു നിമിഷം മുറിവേറ്റ് വേണം നമ്മുടെ പടനായകൻ ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, ഇന്ന് ലോക്സഭാ ഇലക്ഷൻ്റെ വിധി വന്ന ദിവസമാണ്. കേരളത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷമാണ് UDF-നുണ്ടായിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സിനിമാ മേഖലയിൽ നിന്നും മത്സരിച്ച 3 പേർ. ഒന്ന് സുരേഷ് ഗോപിയും, ഒന്ന് മുകേഷും, ഒന്ന് കൃഷ്ണകുമാറും. എന്നാൽ മുകേഷും കൃഷ്ണകുമാറും പരാജയപ്പെടുകയും സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. നമുക്കറിയാം, തൃശ്ശൂർ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. 75,000 മുകളിൽ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. സുരേഷ് ഗോപിക്കെതിരെ വലിയ ആക്രമണം നടന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കാം. ഒരു മാധ്യമപ്രവർത്തകയുമായുള്ള വിഷയങ്ങൾ, പിന്നീട് മറ്റൊരു മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ച ഒരു വിഷയമുണ്ടാകുന്നു. അങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും സുരേഷ് ഗോപി കൃത്യമായി തന്നെ തൻ്റെ കാര്യങ്ങൾ, തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി മുന്നേറിയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഇപ്പോൾ വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമ നമ്മൾ ഇപ്പോൾ ഓർത്തെടുക്കേണ്ടതാണ്. 1997 K. മധു സംവിധാനം ചെയ്ത് AK സാജൻ തിരക്കഥ എഴുതിയ സിനിമയാണ് ജനാധിപത്യം. ആ ജനാധിപത്യ സിനിമയിൽ ഇദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അഭിനയിച്ച ഒരു സിനിമ. ആ മുഖ്യമന്ത്രിയായി അഭിനയിച്ച സിനിമയിൽ നിരവധി ഡയലോഗുകളാണ്. ആ ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് സുരേഷ് ഗോപിയുടെ വിജയം തുടങ്ങാം. വേണ്ട, തിരുത്തണ്ട സർ. പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ തന്നെ വിളിച്ചാൽ മതി. ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദറുടുപ്പിട്ട പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണ്. രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ സുരേഷ് ഗോപിയുടെ വിജയം അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ്. തൻ്റെ രാഷ്ട്രീയത്തെക്കാൾ തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. എന്നാൽ തൻ്റെ രാഷ്ട്രീയം എന്നും എടുത്തു പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അതിനാൽ കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഇത്രമാത്രം പരിഹാസങ്ങളും ഇത്രമാത്രം ആക്രമണവും ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. മനുഷ്യ മനസാക്ഷി എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു പച്ചയായ മനുഷ്യനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം സുരേഷ് ഗോപി സഹായങ്ങൾ നൽകുന്നുണ്ട്. നിരവധി സഹായങ്ങൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തനം കാഴ്ചവെച്ച കാര്യത്തിൽ സംശയമില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസ്സിന് വലിയ തേരോട്ടമുള്ള ഒരു മണ്ഡലമായിരുന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയിരിക്കുന്നു. 2ാം സ്ഥാനത്ത് LDF വരികയും 1ാം സ്ഥാനത്ത് സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ്സിന് ഏറ്റ ഒരു തിരിച്ചടി വലുതായി തന്നെ നമ്മൾ കാണണം. സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയോടുള്ള സ്നേഹമാണ് ഈ വോട്ടായി മാറിയതെന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ഗോപി വിജയിച്ച ഉടൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ദൈവപ്രജകളാണ് എൻ്റെ വോട്ടർമാർ, എന്നെ വിജയിപ്പിച്ചവർ എന്ന് തന്നെയാണ് പറഞ്ഞത്. സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞ് പറഞ്ഞ വാക്കുകൾ ഏറ്റവും പ്രസക്തമാണ്. അദ്ദേഹം ഏതൊക്കെ നേതാക്കന്മാരെ ഓർത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ്. അവർ മൂലം മാത്രമാണ് ഇത് സാധ്യമായിരിക്കുന്നത്. അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് 1200 ചില്ലാനം ബൂത്തുകൾ, ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരില്ല. ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനാണ്. എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ, 1000 പേരെങ്കിലും ഉണ്ടാവും. ഈ 42 ദിവസവും എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത്. കാരണം അവരാരാണെന്ന് തെര്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ ഒരു 100 ഇരട്ടിയായി
തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഒരു വിജയം ആഹ്ലാദത്തിലാണ് ബി ജെ പി ഇവിടെ 2 സീറ്റ് തുറക്കുമെന്നായിരുന്നു പറഞ്ഞത്. പല എക്സിറ്റ് പോൾ ഫലങ്ങളും അങ്ങനെ പറഞ്ഞെങ്കിലും എന്നാൽ ഒരു സീറ്റിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ ഇവിടെ സാധിച്ചത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി തന്നെയാണ്. സുരേഷ് ഗോപിയുള്ള വ്യക്തിത്വമാണ് ബി ജെ പിയിലൂടെ ഇവിടെ വിജയിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മലയാള സിനിമയിൽ നിന്നും ഇതിനു മുമ്പ് വിജയിച്ചു പോയത് പാർലമെൻറ്റിലുണ്ടായിരുന്ന ഇന്നസെൻ്റ് ഏട്ടനാണ്. നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്നസെൻ്റ് ആയിരുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു പോയത്. ഇപ്പോൾ ഇതാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നു. നിരവധി സിനിമകൾ അഭിനയിച്ച് വെച്ചിരിക്കുകയാണ് അദ്ദേഹം. ഡബ്ബിംഗ് നടക്കുന്നു. അതോടൊപ്പം സിനിമയിൽ അഭിനയിക്കാനുള്ള കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറയുകയും അദ്ദേഹം മീഡിയകളിൽ പറയുകയും ചെയ്തു, ഇനിയും ഞാൻ സിനിമകൾ അഭിനയിക്കും, എനിക്ക് നാഷണൽ അവാർഡ്, ഇത്തരം കാര്യങ്ങളാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം മലയാള സിനിമയ്ക്ക് ആഘോഷമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോഴും പറയുന്നു, രാഷ്ട്രീയത്തിനപ്പുറം ഒരു പച്ചയായ മനുഷ്യൻ എന്ന നിലയിൽ അത് ആഘോഷമാക്കേണ്ടതായി വരുന്നുണ്ട്. ആഘോഷമാക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.